കഴിഞ്ഞ എന്താണ് ഇത് DNA എക്സാം ശേഷം ഞാൻ இந்த ബൈലാറ്ററൽ പാരാലിസിസ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിയത് എന്താണ് വളരെ കഷ്ടപ്പെട്ടും എന്താണ് വളരെ വളരെ ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് എനിക്കറിയാം സഹായിച്ച പല ആൾക്കാർക്കും ഒരു ജാതിയും മതവും ഇല്ലാതെ എല്ലാവർക്കും സഹായം ചെയ്യുക. ഒരു ജാതിയും മതവും ഇല്ലാതെ നമ്മൾ എല്ലാവർക്കും സഹായിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നമ്മൾ സഹായം ചെയ്യണ്ടേ. നിങ്ങൾ ഇപ്പൊ ചെയ്തിരുന്ന എനിക്കറിയാം. നിങ്ങളുടെ ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ചെയ്യും എല്ലാവരും ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ചെയ്യും. എല്ലാവരും ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും കൊണ്ട് ഇപ്പൊ ആർക്കും ഒരു സഹായം ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. നിങ്ങളുടെ ഫസ്റ്റ് സാലറി നിങ്ങൾ ജോലി കിട്ടി ആദ്യത്തെ സാലറി കിട്ടുമ്പോ ഒരു ചെറിയൊരു തുക പാവപ്പെട്ടവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യോ? ഒരു വാക്ക് പറയണം. ജോലി കിട്ടി ഫസ്റ്റ് സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യൂടെ? ചെയ്യണം. അത് ചെയ്യുമ്പോ എന്തെന്നറിയാമോ? ചെയ്യുമ്പം അത് ശരിയാണോ എന്ന് ആളെ നോക്കി ചെയ്യാം കേട്ടോ. ശരിയാണോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യാവൂ. ഓക്കെ, അല്ലാതെ വെറുതെ കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. അത് ശരിയാണോ എന്ന് കറക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചെയ്യാവൂ. അതും ഓർമ്മിക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഈ കാലത്ത് പറ്റിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ശരിയാണോ എന്ന് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ നേരിട്ട് പോയി അവിടെ ബോധ്യം വരുത്തിയ ശേഷം മാത്രമേ കൊടുക്കാവൂ. ഓക്കെ അല്ലേ? ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിളിച്ചേറോ എന്തെങ്കിലും കൊടുക്കും. ഓക്കെ, അവർ ചെയ്യുക. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ടതാണ്. സോ കഴിഞ്ഞ ദിവസം ദ ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ നമ്മൾ ഫിസിക്കൽ മൂവ്മെന്റ് പഠിച്ചത് ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് മുതൽ കാര്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫിസിക്കൽ മൂവ്മെന്റ് പഠിച്ചത് ശരിയല്ലേ? അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ഫിസിക്കൽ മൂവ്മെന്റ് അല്ലേ? ഞാൻ അതാണ് ഈ പറഞ്ഞ എന്റെ വീൽ ചെയറും കാര്യമെല്ലാം പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യം എന്റെ മനസ്സിലുണ്ട്. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യം എന്റെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ ചെയ്യാൻ കാരണം. സത്യം പറയാതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 1, 2, 3 മൊത്തം 6 ബാച്ചുണ്ട്. 6 ബാച്ചിൽ പഠിപ്പിച്ച അതേ കാര്യം എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ കാരണം. അതേ ടോപ്പിക് ഏത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താ? ഫിസിക്കൽ മൂവ്മെന്റ് അല്ലേ? ഫിസിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചത് ശരിയല്ലേ? സാധാരണഗതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മിസ്സായി പോകുന്ന ടോപ്പിക് ഏത്? സാധാരണ പഠിക്കുമ്പോൾ ഇത് മിസ്സായി പോകുന്ന ടോപ്പിക്കാണിത് ശരിയല്ലേ? കാരണം സിലബസിൽ ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ല. സിലബസിനെ നോക്കുമ്പോൾ ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ല. സിലബസിനകത്ത് ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ല. ഞാൻ പഠിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഒരു ചോദ്യം എക്സാമിന് ചോദിക്കും. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു ചോദ്യം എക്സാമിന് ചോദിക്കും. ഷുവർ ഷോർട്ട് ചോദ്യമാണ്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു ചോദ്യം എക്സാം ചോദിക്കും. അറിയാമോ ആർക്കെങ്കിലും? ഏതാ ചോദ്യം? അറിയാമോ? ഏതെങ്കിലും ചോദ്യത്തിനകത്ത് ഐസോമെട്രിക് കോൺട്രാക്ഷൻ, ഐസോടോണിക് കോൺട്രാക്ഷൻ കേട്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഐസോടോണിക് കോൺട്രാക്ഷൻ, ഐസോമെട്രിക് കോൺട്രാക്ഷൻ കണ്ടിട്ടുണ്ടോ? അത് എയറോബിക് റെസ്പിറേഷൻ, അനേറോബിക് റെസ്പിറേഷൻ ഉണ്ടോ? ഒരു ചോദ്യം ആ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് ഒരൊറ്റ ചാപ്റ്റർ. വളരെ ലെങ്ത് ഒന്നുമില്ല. 1 മണിക്കൂറിനകത്തേ ഉള്ളൂ കേട്ടോ. 1 മണിക്കൂറാണ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സാധാരണ മിക്കവാറും പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ 2 മണിക്കൂറും 2.75 മണിക്കൂറും 3 മണിക്കൂർ പോകാറില്ലേ? സാധാരണ പോകുമ്പോൾ 2 മണിക്കൂറും 2.75 മണിക്കൂറും പോകാറില്ലേ? ഇത്രത്തോളൊന്നുമില്ല. ഇത് പഠിക്കുക 1 മാർക്ക് ഉറപ്പായി കിട്ടും. സ്റ്റാർട്ട് ചെയ്യാമോ? 1 മാർക്ക് ഉറപ്പായി കിട്ടും. സ്റ്റാർട്ട് ചെയ്യാമോ? എന്താണ് എക്സസൈസ്? അടുത്ത ടോപ്പിക്കാണ് എന്താണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് എന്താ? ഇത് ഫൗണ്ടേഷനകത്ത് ആരൊക്കെ ഇത് എക്സസൈസ് പഠിച്ചിട്ടില്ല? ഇത്രയും വർഷമായിട്ട് ഇത് നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ആരൊക്കെ എക്സസൈസ് പഠിച്ചിട്ടില്ല? എക്സസൈസ് സെപ്പറേറ്റ് ടോപ്പിക്ക് ആരൊക്കെ പഠിച്ചിട്ടില്ല? റൈസ് ഹാൻഡ്സ്. ഇന്ന് വർഷങ്ങളായിട്ട്
നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് എക്സസൈസ് ചാപ്റ്റർ ആരൊക്കെ പഠിച്ചിട്ടില്ല? ഇല്ല. ഞാൻ ഓരോ കാര്യവും ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോ കാര്യവും ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. എന്താ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും നോർമലി ഇരിക്കുന്നതും ഓർത്ത് നടക്കുന്നതും ഓർത്ത് മൂവ് ചെയ്യുന്നതും എല്ലാം എക്സസൈസ് ഭാഗമാണ്. നമ്മളെല്ലാവരും നോർമലി ഇരിക്കുന്നതും നടക്കുന്നതും ഓർത്ത് മൂവ് ചെയ്യുന്നതും എല്ലാം എക്സസൈസ് ആണോ? നോർമലി നടക്കുന്നതും ഇരിക്കുന്നതും ഓർത്ത് മൂവ് ചെയ്യുന്നതും എല്ലാം മൂവ്മെന്റ് ഭാഗമാണോ? ആണോ? ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം മൂവ്മെന്റ് ഭാഗം ആണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയാൻ എന്താ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കൽ എഫോർട്ട് എടുക്കുന്നതാണോ? അറിഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കൽ എഫോർട്ട് എടുക്കുന്നതാണോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ലാംഗ്വേജ് പഠിച്ചോ. എക്സസൈസ് പറഞ്ഞാൽ എന്താ? നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ഫിസിക്കൽ എഫോർട്ട് എന്ന് വിളിക്കാം. എക്സസൈസ് അല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കൽ എഫോർട്ട് എടുക്കുക പറഞ്ഞ പേരെന്താ? എക്സസൈസ് അല്ലേ? ശരിയല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കൽ എഫോർട്ട് എടുക്കുക പറഞ്ഞ പേരെന്താ? എക്സസൈസ് എന്ന് വിളിക്കാം. ശരിയല്ലേ? നമ്മുടെ ഇത് ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഫിസിക്കൽ എഫോർട്ട് എടുക്കുന്ന പേരെന്താ? എക്സസൈസ് അല്ലേ? നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, അത് ശരിയല്ലേ? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഫിസിക്കൽ എഫോർട്ടിനെ പറയുന്ന പേരെന്താ? എക്സസൈസ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ ചോദ്യം ആദ്യം പറയാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറത്ത് ഐസോമെട്രിക് കോൺട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? ഐസോമെട്രിക് എന്നും ഐസോട്ടോണിക് എന്നും എവിടെയും കേട്ടിട്ടുണ്ടോ? ഐസോമെട്രിക്, ഐസോട്ടോണിക്, ഐസോകൈനറ്റിക്, അനേറോബിക്, എയറോബിക്, ഏതെങ്കിലും ചോദ്യത്തിനകത്ത് ഐസോമെട്രിക്, ഐസോട്ടോണിക്, ഐസോകൈനറ്റിക്, അനേറോബിക്, എയറോബിക് കണ്ടുണ്ടോ? ഉണ്ടോ? ഒരു ചോദ്യം എല്ലാ കേരള PC എക്സാമിനും ഈ ഒരു ഭാഗം, ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഓരോ പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, ഞാൻ കാര്യം പഠിപ്പിക്കും, സെപ്പറേറ്റ് ചാപ്റ്റർ പഠിപ്പിക്കും അല്ലെ? ഒരു ചോദ്യം വരുന്ന ഭാഗവും സെപ്പറേറ്റ് ചാപ്റ്റർ ചോദ്യം വരും, ഉറപ്പായി വരും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഫിസിക്കൽ എഫോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഇത് എക്സസൈസ് എന്താ? നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഫിസിക്കൽ എഫോർട്ടിനെ പറയുന്ന പേരെന്താ? നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊടുക്കുന്ന ഫിസിക്കൽ എഫോർട്ടിനെ പറയുന്ന പേരെന്താ? എക്സസൈസ്. നമുക്കിത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണമുണ്ട്. അറിയണ്ടേ? അതാർക്ക് മുസ്ലിംസ് ഉണ്ട്? ആർക്ക് മുസ്ലിംസ് ഉണ്ട്? ആർക്ക് മുസ്ലിംസ് ഉണ്ട്? ആരൊക്കെ ഉണ്ട് അതിനകത്ത്? ആരൊക്കെ ഉണ്ട്? അറിവുണ്ടോ? ടുമോറോ എനിക്ക് ഈ പറഞ്ഞ ഞാൻ എന്താ ബിരിയാണി അയച്ചു തരുമോ? ടുമോറോ എന്റെ അഡ്രസ് തൊട്ട് ബിരിയാണി കിട്ടോ? കിട്ടോടെ? ടുമോറോ എനിക്ക് കിട്ടോടെ? പറഞ്ഞു നോക്കട്ടെ. ടുമോറോ എനിക്ക് ബിരിയാണി കിട്ടും.
കിട്ടുമല്ലോ. നോക്കാം ആരൊക്കെ എനിക്ക് അഡ്രസ്സിൽ ഇത് ബിരിയാണി കഴിക്കുന്ന കൂട്ട്. ആരും കൊണ്ടു ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇത് മുസ്ലിംസ് ഉണ്ടോ? മുസ്ലിംസ് ഉണ്ടോ? മുസ്ലിംസ് ഉണ്ടോ? നോക്കാം. ഉണ്ട്. സോ എല്ലാവരും നിങ്ങൾ എവിടെയെങ്കിലും ആക്ടിവിറ്റി ഇൻടോളറൻസ് കേട്ടുണ്ടോ? ആക്ടിവിറ്റി ഇൻടോളറൻസും കേട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആക്ടിവിറ്റി ഇൻടോളറൻസ് കേട്ടുണ്ടോ? ഉണ്ട്. വർഷങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ ആക്ടിവിറ്റി ഇൻടോളറൻസ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ ആക്ടിവിറ്റി ദ ടോളറൻസ് അറിയാമോ? പക്ഷെ ആക്ടിവിറ്റി ദ ടോളറൻസ് അറിയാം. ടോളറൻസ് ടോളറൻസ് അറിയാമോ? അറിയാമോ? ആക്ടിവിറ്റി ഇൻടോളറൻസ് അറിയാം, പക്ഷെ ആക്ടിവിറ്റി ടോളറൻസ് അറിയാമോ? ചോദ്യം വരും. ഇതിനകത്തോട് തരിക. അറിയാമോ? ഇല്ലല്ല, ഇല്ല. ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ, ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ, അതായത് ഒരു എക്സസൈസും ഇല്ലാതെ, ഒരു എക്സസൈസ് ചെയ്യാത്ത കൊണ്ട് ശരീരത്തിന് ദോഷമില്ലാത്ത എക്സസൈസ് ചെയ്ത് വിളിക്കാം. ഒരു എക്സസൈസ് ചെയ്യണമെന്നുണ്ടോ? ഉണ്ടോ? 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 ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ, ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ, അതായത് ഒരു എക്സസൈസും ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷമില്ലാതെ ഒരാൾക്ക് പറഞ്ഞ എക്സസൈസ് പറഞ്ഞത് എന്താ? ഇത് ചെയ്യുന്നുകൊണ്ട്, എക്സസൈസ് ചെയ്തുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷമില്ലെങ്കിൽ എന്ന് വിളിക്കാം. ഒരു എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ശരീരം ദോഷമില്ലെങ്കിൽ ഇത് വിളിക്കാം. ആക്ടിവിറ്റി ടോളറൻസ് ആണോ ഇൻടോളറൻസ് ആണോ? ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ ചെയ്യുന്നത്, അതായത് എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം ഇല്ലാതെ വരുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? എന്ന് വിളിക്കാം. ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു എന്താണ് ഒരു ദോഷം വരുന്നില്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സസൈസിനെ പറയുന്ന പേരെന്താ? ആക്ടിവിറ്റി ടോളറൻസ് ആണോ ഇൻടോളറൻസ് ആണോ? ടോളറൻസ് അല്ലേ? അല്ലേ? ശരിയല്ലേ? അത് ചെയ്യുന്നുണ്ട്. അത് നോക്കിയേ, ഒരു സൈഡ് ഇല്ല, ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ല. നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ദോഷമില്ലാത്ത ഒന്നുമില്ല എന്ന് വിളിക്കാം. ശരീരത്തിന് ദോഷമില്ലാത്ത എക്സസൈസസ് ഒന്നുമില്ല എന്ന് വിളിക്കാം. ആക്ടിവിറ്റി ടോളറൻസ് വിളിക്കുക. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒരു എക്സസൈസ് ചെയ്യണം, ഒരു എക്സസൈസ് ചെയ്യണം. ഈ പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എക്സസൈസ് ചെയ്യാം? ശരിയല്ലേ? ഒരു ഇൻഡിവിജ്വലിന് എത്രത്തോളം എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ എക്സസൈസ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റി ടോളറൻസ് പറഞ്ഞുകൂടെ? 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 അവിടെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ലെങ്കിൽ വിളിച്ചുകൂടെ? ആക്ടിവിറ്റി ടോളറൻസ് പറഞ്ഞുകൂടെ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഇല്ല, അത് ചെയ്യുന്നതുകൊണ്ട് ഒരു അഡ്വേഴ്സ് എഫക്റ്റീവ് ഇല്ലെങ്കിൽ ആക്ടിവിറ്റി ടോളറൻസ് വിളിക്കാം. അതുപോലെ വരുന്ന വാക്കാണ് എന്താണ് ഫങ്ഷണൽ സ്ട്രെങ്ത്. അതുപോലെ വരുന്ന വാക്കാണ് എന്താണ് ഫങ്ഷണൽ സ്ട്രെങ്ത്. ഫങ്ഷണൽ സ്ട്രെങ്ത് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ഇന്ന് രാവിലെ പെട്ടെന്ന് ഇന്ന് ജിമ്മിൽ പോയിട്ട് ഒരു വലിയ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? വലിയ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? രാവിലെ പെട്ടെന്ന് പോയിട്ട് ജിമ്മിൽ പോയിട്ട് വലിയൊരു എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂടെ? പറ്റും. രാവിലെ പെട്ടെന്ന് പോയിട്ട് പറ്റില്ല.
എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടാക്കും. ആദ്യം ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടാക്കും. ആദ്യമായിട്ട് ചെന്ന ഉടനെ ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടാക്കും. തീരുമാനിക്കൂ. ശേഷം എന്ത് ചെയ്യും? ശേഷം നിങ്ങളുടെ ആക്ടിവിറ്റി ഇൻ ദ ടോളറൻസ് സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇത് ഫങ്ഷണൽ സ്ട്രെങ്ത് എത്രയാണോ അതനുസരിച്ച് എക്സസൈസ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബോഡിക്ക് എത്ര വെയിറ്റ് എടുക്കാൻ പറ്റും എന്നനുസരിച്ച് ഓരോ എക്സസൈസ് ചെയ്യാൻ പറ്റും നോക്കാറുണ്ടോ? ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ആരൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്? ഉണ്ടോ? ആരെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ടോ? ആരെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ടോ? ഉണ്ടോടെ? ആരുണ്ടോ? ഉണ്ടോ? ഇല്ലേ? വയസ്സായോ? വയസ്സായോ? എല്ലാവർക്കും വയസ്സായോ? ഇല്ല. ആർക്കൊക്കെ എന്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും നോക്കുമ്പോ ഒരു കാർഡിയാക് പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ട്രെഡ്മിൽ ഓടാൻ പറ്റുമോ? ഒരു കാർഡിയാക് പേഷ്യന്റിന്റെ അടുത്ത് ഇത് ട്രെഡ്മിൽ ഓടാൻ പറയാൻ പറ്റുമോ? ഒരു കാർഡിയാക് പേഷ്യന്റിന്റെ അടുത്ത് ഇത് ഫങ്ഷണൽ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി ഒരു ട്രെഡ്മിൽ ഓടാൻ പറയാൻ പറ്റുമോ? ചോദിക്കട്ടെ. ഒരു കാർഡിയാക് പേഷ്യന്റിന്റെ അടുത്ത് ഫങ്ഷണൽ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി ഇത് ട്രെഡ്മിൽ ഓടാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഒരു അബ്ഡോമൽ സർജറി കഴിഞ്ഞ പേഷ്യന്റിന്റെ അടുത്ത് പുഷപ്പ് എടുക്കാൻ പറയാൻ പറ്റും? അബ്ഡോമൽ സർജറി കഴിഞ്ഞ പേഷ്യന്റിന്റെ അടുത്ത് പുഷപ്പ് എടുക്കാൻ പറയാൻ പറ്റും? പറ്റൂടെ? ഇല്ല. അപ്പോ ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് എബിലിറ്റി ആണോ? ഞാൻ സിമ്പിൾ മലയാളം പറയുന്നത്. ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് എബിലിറ്റി പറഞ്ഞ പേരെന്താ? ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി പറഞ്ഞ പേരെന്താ? ഫങ്ഷണൽ സ്ട്രെങ്ത് അല്ലേ? ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്തിനെ പറയുന്ന പേരെന്താ? ഫങ്ഷണൽ സ്ട്രെങ്ത്. വിളിച്ചോടെ? ഫങ്ഷണൽ സ്ട്രെങ്ത് അല്ലേ? ശരിയല്ലേ? എക്സാം മറക്കരുത്. എന്താണ് എക്സാം? എന്താ? കേരള PSC എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. കാർഡിയാക് പേഷ്യന്റിന് ഇന്ന് ട്രെഡ്മില്ലില് ഓട്ടിക്കാൻ പറ്റുമോ? കാർഡിയാക് പേഷ്യന്റിന് ട്രെഡ്മിൽ ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് അബ്ഡോമൽ സർജറി പേഷ്യന്റിന് നമ്മൾ പുഷപ്പ് എടുക്കാൻ പറ്റും? ഇല്ലല്ലോ. സോ ഫങ്ഷൻസ് എന്താ? ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി അല്ലേ? ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി വിളിക്കുന്ന പേരെന്താ? ഫങ്ഷണൽ സ്ട്രെങ്ത് വിളിക്കാം. ഒരു പേഷ്യന്റിനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എക്സസൈസ് ആണോ? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസിലിനെ കോൺട്രാക്ഷനും റിലാക്സേഷനും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എക്സസൈസ് അല്ലേ ഫങ്ഷൻ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസിലിനെ കോൺട്രാക്ഷനും റിലാക്സേഷനും ചെയ്യാൻ പറ്റിക്കുന്ന എക്സസൈസ് അല്ലേ ഫങ്ഷൻ എന്ന് പറയുന്നത്? മസിലിനെ കോൺട്രാക്ഷനും റിലാക്സേഷനും ചെയ്യാൻ പറ്റിപ്പിക്കുന്ന എക്സസൈസ് അല്ലേ ഫങ്ഷണൽ എക്സസൈസ്? ആണ്. സ്ഥിരം കേരള PSC എക്സാമിന് ചോദ്യം വരുന്ന സ്ഥലമാണ്. എക്സാമിന് സ്ഥിരം കേരള PSC എക്സാം എല്ലാ എക്സാമിനും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പിള്ളേർ കേട്ടോ? ഒരു ചോദ്യം എല്ലാ എക്സാമും ചോദിക്കും. ദ ടൈപ്സ് ഓഫ് എക്സസൈസ് ഞാൻ പറഞ്ഞു, എല്ലാ ഇൻട്രൊഡക്ഷനും പറഞ്ഞു, ടൈപ്പ് എന്ന് പറഞ്ഞു. എല്ലാ എക്സാമും ചോദ്യമാണ് എത്ര ടൈപ്സ് ഓഫ് എക്സസൈസ് ഉണ്ട് നമുക്ക് എത്ര ടൈപ്സ് ഓഫ് എക്സസൈസ് ഉണ്ടെന്ന് ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം കിട്ടും. അത് വേണോ വേണ്ടേ? ഒരു ചോദ്യം, ഒരു ഉത്തരം, ഒരു മാർക്ക് വേണോ വേണ്ടേ? ഒരു മാർക്ക് 100 മാർക്ക് വേണ്ട പറയില്ല. ഒരു മാർക്ക് വേണം. ഒരു മാർക്ക് ഞാൻ പറഞ്ഞ ഒരു മാർക്ക്
ഞാൻ ഈ 10 മണിക്ക് പഠിപ്പിക്കാൻ കാരണം 1 മാർക്ക് വേണം, വേണ്ടേ? വേണം. 1 മാർക്ക് മതി. എനിക്ക് 100 മാർക്ക് ഇപ്പൊ വേണ്ട. ഈ ഒരു ക്ലാസ്സോട് കൂടി 100 മാർക്കും വേണ്ട, 50 മാർക്കും വേണ്ട, 25 വേണ്ട, 10 വേണ്ട, 5 വേണ്ട, 1 മാർക്ക് മതി. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് 1 മാർക്ക് മാത്രം കിട്ടിയാലും മതി എന്ന് അറിവുണ്ടോ? സോ ദ ടൈപ്സ് ഓഫ് എക്സ് ചോദിക്കും. നിങ്ങൾ എവിടെയെങ്കിലും സൊല്യൂഷനിൽ ഐസോട്ടോണിക് എന്നും കണ്ടുണ്ടോ? ഐസോട്ടോണിക് സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. എന്താ അത്? എന്താ 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 അത്? എന്താ എന്താ അത്? എന്താ അത്? എന്താ അത്? എന്താ അത്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ്? എന്താ അത്? എന്താ അത്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താ അത്? ഐസോട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് എന്തൊക്കെയത്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല. ശരിയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ? അല്ലല്ലോ. അല്ല അല്ല. പക്ഷെ പേര് സിമിലർ ആണോ? പക്ഷെ പേര് സിമിലർ ആണോ? ഹൈപ്പർട്ടോണിക് ഹൈപ്പർട്ടോണിക് ആണോ? ഐസോട്ടോണിക് ഹൈപ്പോട്ടോണിക് ഹൈപ്പർട്ടോണിക് സിമിലർ ആണോ? എങ്കിൽ ഇത് പറയുന്ന മുമ്പേ അത് പറയട്ടെ. ഇത് പറയുന്ന മുമ്പേ ഒരു ബന്ധവുമില്ലാത്ത അത് പറയട്ടെ. ഒരു ബന്ധവുമില്ല, പരസ്പര ബന്ധമില്ല. ആരുടെ പ്രേസ്യം പറയാണല്ലോ. പരസ്പര ബന്ധമില്ല സംസാരിക്കാരാടെ. പരസ്പര ബന്ധവുമില്ല സംസാരിക്കുന്ന ഏതോ ഒരു സിനിമയുണ്ട്. ഏത് സിനിമയുടെ? നമ്മൾ നാഗവല്ലി അല്ലേ? നമ്മൾ നാഗവല്ലി ആണോ? നാഗവല്ലിയാണോ? ആണോ? 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 യെസ്. The 5% in the dextrose എന്ത് സൊല്യൂഷനും കേരള പി.എസ്.സി എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ഞാൻ ഇവിടെ ഐസോട്ടോണിക് എന്ന വാക്ക് കണ്ടത് കൊണ്ട് മാത്രം പറയുകയാണ്. ഐസോട്ടോണിക് എന്ന വാക്ക് കണ്ടത് കൊണ്ട് മാത്രം പറയുകയാണ്. ഇതുമായി ബന്ധമില്ലെങ്കിൽ നമ്മൾ എക്സസൈസ് പഠിക്കുന്നെങ്കിലും ഞാൻ കണ്ട വാക്ക് ഐസോട്ടോണിക് ആണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഐ ഫ്രൂട്ട്സിനകത്ത് ഐസോട്ടോണിക് സൊല്യൂഷൻ ഏതാണ്? ഞാനൊരു വാക്ക് കണ്ടു, ഐസോട്ടോണിക്. ടൈപ്സ് ഓഫ് എക്സസൈസിനകത്ത് ഐസോട്ടോണിക് എന്ന വാക്ക് കണ്ടു. അതുകൊണ്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. ഐസോട്ടോണിക് സൊല്യൂഷൻ ഏതുണ്ട്? ഏത് സൊല്യൂഷനാ? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷൻ എന്താ? ഡെക്സ്ട്രോസ് 5% ഉണ്ടോ? ഡെക്സ്ട്രോസ് 5% ഉണ്ടോ? ഡെക്സ്ട്രോസ് 5% ഐസോട്ടോണിക് ആണോ? ഡെക്സ്ട്രോസ് 5% ഐസോട്ടോണിക് ആണോ? 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 യെസോട് പറയുക. ആണോ? അല്ല. And the 0.9% sodium chloride എന്താ? The 9% sodium chloride എന്താ? ഐസോട്ടോണിക് ആണോ ഹൈപ്പർട്ടോണിക് ആണോ? ഐസോട്ടോണിക് അല്ലേ? ഐസോട്ടോണിക് അല്ലേ? ഐസോട്ടോണിക് അല്ലേ? ആണ് ലാക്ടേറ്റോടെ. ലാക്ടേറ്റ് റിംഗർ ലാക്ടേറ്റോ, റിംഗർ ലാക്ടേറ്റോ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണം. റിംഗർ ലാക്ട് അല്ലെങ്കിൽ ഹാർട്ട്സ്മാൻ സൊല്യൂഷൻ ഏതാണ്? ഐസോട്ടോണിക് ആണോ? ഹാർട്ട്മാൻ സൊല്യൂഷൻ അല്ലെങ്കിൽ റിംഗർ ഐസോട്ടോണിക് ആണോ? ഐസോട്ടോണിക് അല്ലേ? ഐസോട്ടോണിക് അല്ലേ? അല്ലേ?
0.45% സോഡിയം ക്ലോറൈഡ് എന്താ? 0.45% സോഡിയം ക്ലോറൈഡ് എന്ന സൊല്യൂഷനാണ്. 0.45 സോഡിയം ക്ലോറൈഡ് ഹൈപ്പോട്ടോണിക് ആണ്. ഹൈപ്പോട്ടോണിക് അല്ലേ? 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 ആൻഡ് ദ ഡെക്സ്ട്രോസ് 5% എന്താ? ആൻഡ് ദ ഡെക്സ്ട്രോസ് 5% എന്താ? ദ ഡെക്സ്ട്രോസ് 5% എന്താ? ഹൈപ്പോ, ഹൈപ്പർ, ഐസോ ഏതാ? അത് ഹൈപ്പർ അല്ലേ? ഹൈപ്പർ അല്ലേ? ഹൈപ്പർ സൊല്യൂഷൻ അല്ലേ? ദ ഡെക്സ്ട്രോസ് 5% ഹൈപ്പർ ആണ്. ഹൈപ്പർ ആണ്. ഇതൊക്കെ ഏറ്റവും കോമൺ കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന എന്താ? പഠിക്കുന്ന കാര്യം സൊല്യൂഷനെ പറ്റിയല്ല, എക്സസൈസ് അല്ലേ. ഞാൻ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പറഞ്ഞല്ലോ. ഒരു കാര്യവും ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ കേട്ട വാക്ക്, നമ്മളിത് ടൈപ്സ് ഓഫ് എക്സസൈസിൽ ഐസോട്ടോണിക് എക്സസൈസ് എന്തെന്നാണ് ചോദ്യം കണ്ടത്, ശരിയല്ലേ? നമ്മൾ പഠിക്കുന്ന ദ ടൈപ്സ് ഓഫ് എക്സസൈസിൽ ഐസോട്ടോണിക്കൽ എക്സസൈസ് എന്ന് കണ്ടത്. അപ്പോ ഐസോട്ടോണിക് കേട്ടപ്പോൾ ആ വാക്കുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ കിട്ടിയോ? സൊല്യൂഷൻ കിട്ടിയോ? ആ ഒരു വാക്കുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ കിട്ടിയോ? ഐസോട്ടോണിക് എന്ന വാക്കുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ കിട്ടിയോ? അതും എക്സാമിൽ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. സോ ദ ടൈപ്സ് ഓഫ് എക്സസൈസിൽ ഐസോട്ടോണിക് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, ഇത് ഡൈനാമിക് എക്സസൈസ് വിളിക്കും. എന്തായിരിക്കും? ചോദ്യം വരും. എന്തായിരിക്കും? ഐസോട്ടോണിക് അല്ലെങ്കിൽ ഡൈനാമിക് എക്സസൈസ്. ചോദ്യം വരും. ഐസോട്ടോണിക് അല്ലെങ്കിൽ ഡൈനാമിക് എക്സസൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐസോട്ടോണിക് അറിയാം, പക്ഷെ ഇത് ഡൈനാമിക് എവിടെ? ഇത് ബോംബ് ഉണ്ടാക്കുന്നതാണോ? ഇത് ബോംബ് ഉണ്ടാക്കുന്നതാണോ സാറേ? ആണോ? ആ, നോർമലി ഐസോട്ടോണിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നോർമലി ഇത് മസിൽ കോൺട്രാക്ട് ചെയ്താണോ, അല്ലെങ്കിൽ ഇത് മസിൽ ഷോർട്ടൺ ചെയ്താണോ ഈ പറഞ്ഞ ഇത് കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആർക്ക് പറയാം? നോർമലി ഇത് മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മസിൽ ഇത് ഷോർട്ടൺ ചെയ്താണോ ആവുന്നത്? പറഞ്ഞേ. നോർമലി ദ മസിൽ കോൺട്രാക്ട് ചെയ്താണോ, ഷോർട്ടൺ ചെയ്താണോ കോൺട്രാക്ഷൻ ആവുന്നത്? എന്റെ കയ്യിലെ ഈ മസിൽ എന്താ ഷോർട്ടൺ ആകുമ്പോൾ ആണോ കോൺട്രാക്ഷൻ ആവുന്നത്? ആലോചിച്ച് പറയുക. എന്റെ കയ്യിലെ മസിൽ ഷോർട്ടൺ ആകുമ്പോഴാണോ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്? ആലോചിച്ച് പറയുക. എന്റെ കയ്യിലെ ഈ മസിൽ ഷോർട്ടനിങ് ആകുമ്പോഴാണോ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്? എന്റെ കയ്യിലെ ഈ മസിൽ ഷോർട്ടനിങ് ആകുമ്പോൾ, ചുരുങ്ങുമ്പോഴാണോ ദ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്? ആണോ? ആണോ? അതെയാണോ? പറഞ്ഞു. അതെയാണോ അല്ലയോ? നോർമലി ഇത് മസിൽ ഷോർട്ടനിങ് ആകുമ്പോഴാണോ ദ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്? ആണ് അല്ലെ? നോർമലി ദ മസിൽ ഷോർട്ടൻ ആകുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ അല്ലേ? നോർമലി എന്റെ കയ്യിലെ ഈ മസിൽ ഷോർട്ടനിങ് ആകുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടായി വരുന്നതെങ്കിൽ ദ മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദ മസിൽ ഷോർട്ടനിങ് ആകുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ചോദ്യം വരും. നോർമലി ദ മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ദ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? ദ മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദ മസിൽ ഷോർട്ടനിങ് ആകുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? ഐസോട്ടോണിക് അല്ലെങ്കിൽ ദ ഡൈനാമിക് എക്സസൈസ് അല്ലേ? ഐസോട്ടോണിക് അല്ലെങ്കിൽ ദ ഡൈനാമിക് എക്സസൈസ് അല്ലേ? എങ്ങനെയാ? ദ മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മസിൽ ഷോർട്ടനിങ് ആവുമല്ലേ? മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മസിൽ ഷോർട്ട് ചെയ്യുക അല്ലേ? മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മസിൽ ഷോർട്ടനിങ് ചെയ്യുന്ന ടൈപ്പ് ഏതാ?
ഐസോട്ടോണിക് അല്ലെങ്കിൽ ദ ഡൈനാമിക് എക്സസൈസ് വിളിക്കാം. കിട്ടിയോടെ ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം? ഈ കൈ ഇങ്ങനെ ആവണമെങ്കിൽ, ഷോർട്ടനിങ് ആവണമെങ്കിൽ ആരുടെ സഹായം വേണം? എന്റെ ഈ കൈ കോൺട്രാക്ഷൻ ആകാൻ വേണ്ടി ഷോർട്ടനിങ് ആകണമെങ്കിൽ ആരുടെ സഹായം വേണം? ജോയിന്റിന്റെ സഹായം വേണം. ജോയിന്റ് ഷോർട്ടനിങ് ആയ എപ്പോഴും ജോയിന്റ് സഹായം വേണ്ടേ? ഒരു മസിൽ കോൺട്രാക്ഷൻ ആകാൻ വേണ്ടി എപ്പോഴും ഒരു ജോയിന്റ് സഹായം വേണ്ടേ? വേണ്ടേ? വേണം? പറഞ്ഞേ. വേണം? അപ്പോൾ ജോയിന്റിന്റെ സഹായത്തോടുകൂടി ദ മസിൽ ഷോർട്ടൺ ചെയ്യുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? അതാ ചോദ്യം. ഒരു ജോയിന്റിന്റെ സഹായത്തോടു കൂടി ദ മസിൽ ഷോർട്ടൺ ചെയ്യുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? ഉത്തരം, ജോയിന്റിന്റെ സഹായത്തോടുകൂടി മസിൽ ഷോർട്ടൺ ചെയ്യുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? ഐസോട്ടോണിക് എക്സസൈസ് അല്ലേ? ഐസോട്ടോണിക് എക്സസൈസ്. കിട്ടിയോ? വർഷങ്ങളായിട്ടും ഇതൊക്കെ ആരൊക്കെ പഠിച്ചിട്ടില്ല? വർഷങ്ങളായിട്ടും ആരൊക്കെ ഇത് പഠിച്ചിട്ടില്ല? ഉണ്ടോ? സാർ, ഞാനിപ്പോൾ ഫൗണ്ടേഷനകത്ത് ഇതൊന്നും പഠിച്ചിട്ടേ ഇല്ല. ഉണ്ടോ ആരെങ്കിലും? ഉണ്ട്. എങ്കിലേ ജോയിന്റിന്റെ സഹായത്തോടെ കൺഫ്യൂഷൻ ആയിപ്പോലെ. ജോയിന്റിന്റെ സഹായത്തോടുകൂടി മസിൽ ഷോർട്ടൺ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിരിക്കാം. ഐസോട്ടോണിക് എക്സസൈസിന് എക്സാമ്പിൾ ഉണ്ടോ? ഐസോട്ടോണിക് എക്സസൈസിന് എക്സാമ്പിൾ ഉണ്ടോ? ഐസോട്ടോണിക് എക്സസൈസിന് എക്സാമ്പിൾ ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ നടക്കാറുണ്ടോടെ? ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ നടക്കാറുണ്ടോടെ? നടക്കാറുണ്ട്. അതെന്താ? ഐസോട്ടോണിക് അല്ലേ? ആ ബസ് മിസ്സാകുമെന്ന് കരുതി ഓടാറുണ്ടോ? ബസ് മിസ്സായി പോകുമെന്ന് കരുതി ഇവിടെ ഓടാറുണ്ടോ? റണ്ണിങ് ഉണ്ടോ? റണ്ണിങ്ങും വാക്കിങ്ങും അത് സ്വിമ്മിങ്ങും സൈക്ലിങ്ങും എല്ലാം എന്ത് എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാ. സ്വിമ്മിങ്ങും റണ്ണിങ്ങും സൈക്ലിങ്ങും വാക്കിങ്ങും എന്ത് ടൈപ്പ് എക്സസൈസാ? കേരള PC എക്സാമിന് അന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സ്വിമ്മിങ് എന്ന് പറയുന്നത് അതാണ് ചോദ്യം. ഇവിടത്തെ നിങ്ങളുടെ എക്സാമിന് പണ്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സ്വിമ്മിങ് എന്ന് പറയുന്നത് ഐസോട്ടോണിക് ആണോ, ഐസോമെറിക് ആണോ, ഐസോമെട്രിക് ആണോ? എന്താ സ്വിമ്മിങ്? ഐസോട്ടോണിക് അല്ലേ? നമ്മൾ ടോണിക് അല്ലേ? കാരണം എപ്പോഴും നിങ്ങൾ സൈക്ലിങ്ങും വാക്കിങ് ഓർമ്മയിരിക്കും, പക്ഷെ ഇപ്പൊ സ്വിമ്മിങ് ഓർമ്മിക്കത്തില്ല. എവിടെയെങ്കിലും ഇത് ADLS ഉണ്ടോ? എവിടെയെങ്കിലും ഇത് ADLS ഉണ്ടോ? എവിടെയെങ്കിലും ADLS, ആക്ടിവിറ്റീസ് ഓഫ് ദ ഡെയിലി ലിവിങ്, അതൊക്കെയല്ലേ ഈ പറഞ്ഞ വാക്കിങ്ങും റണ്ണിങ്ങും സ്വിമ്മിങ്ങും എല്ലാം വരുന്നത്? ആക്ടിവിറ്റീസ് ഓഫ് ദ ഡെയിലി ലിവിങ് അല്ലേ? ആക്ടിവിറ്റീസ് ഓഫ് ദ ഡെയിലി ലിവിങ് അല്ലേ? അപ്പോ ഇത് ADLS എന്താ? ഐസോട്ടോണിക് എക്സസൈസ് ആണ്. ADL എന്ന് പറയുന്ന വാക്കിംഗ് ആയാലും റണ്ണിങ് ആയാലും സ്വിമ്മിങ് ആയാലും സൈക്ലിംഗ് ആയാലും എന്ത് വിളിക്കാം? ഐസോട്ടോണിക് അല്ലെങ്കിൽ ഫോർ ദ ഡൈനാമിക് എക്സസൈസ് വിളിക്കാം. അവിടെ എന്ത് ചെയ്യുന്നു? മസിൽ ഷോർട്ടൺ ചെയ്യുന്ന എക്സസൈസ് ആണ് ഐസോട്ടോണിക് എക്സസൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടി. എല്ലാവർക്കും
ഐസോട്ടോണിക് എക്സസിലിറ്റിയുടെ ഐസോട്ടോണിക് എക്സസിലിറ്റിയുടെ ഐസോട്ടോണിക് എക്സസിലിറ്റിയുടെ പറഞ്ഞു. ഐസോട്ടോണിക് എക്സസൈസ് കിട്ടിയോ? കിട്ടിയോ? അപ്പൊ ഞാൻ കമ്പയർ ചോദിക്കട്ടെ, ഞാൻ കമ്പയർ ചെയ്ത് ചോദിക്കാം. ഐസോട്ടോണിക് സൊല്യൂഷൻ ആർക്ക് കൊടുക്കുന്നത്? ഞാൻ ഓരോ കാര്യം അതുമായി ബന്ധപ്പെട്ട് വാക്ക് വരുന്നെങ്കിൽ കമ്പയർ ചെയ്ത് ചോദിക്കാം. ഐസോട്ടോണിക് സൊല്യൂഷൻ ആർക്ക് കൊടുക്കുന്നത്? എക്സസൈസ് പഠിച്ചു, സൊല്യൂഷൻ ആർക്ക് കൊടുക്കും? ഫ്ലൂയിഡ് ലോസ് വരുന്നവർക്കാണോ ഡീഹൈഡ്രേഷൻ വരുന്നവർക്കാണോ? അത് രണ്ടും ഉണ്ടോ? ഫ്ലൂയിഡ് ലോസിനും ഡീഹൈഡ്രേഷനും കൊടുക്കുന്ന ഫ്ലൂയിഡ് ഏതാ? ഫ്ലൂയിഡ് ലോസിനും ആൻഡ് ഡീഹൈഡ്രേഷനും or the hypernatremia. The hypernatremiaക്കും ഡീഹൈഡ്രേഷനും ഫ്ലൂയിഡ് ലോസിനും കൊടുക്കുന്ന സൊല്യൂഷൻ ഏതാടേ? ഹൈപ്പർട്ടോണിക് ആണോ, ഐസോട്ടോണിക് ആണോ, ഓർ ഹൈപ്പോട്ടോണിക് ആണോ? ഞാൻ കമ്പയർ ചെയ്ത് പറയാണ് വാക്ക്. ടേം ഐസോട്ടോണിക് അല്ലേ? ഫ്ലൂയിഡ് ലോസിനും ഡീഹൈഡ്രേഷനും ഹൈപ്പർനട്രീമിയയ്ക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ ഏതാ? ഐസോട്ടോണിക്. ഞാൻ ഒരു വാക്ക് മാത്രം കണ്ടു, ഐസോട്ടോണിക് എന്ന വാക്ക് മാത്രം കണ്ടു. അവിടെ ഐസോട്ടോണിക് എക്സസൈസ് പഠിച്ചില്ലേ? പഠിച്ചോ? ആദ്യം ഐസോട്ടോണിക് എക്സസൈസ് പഠിച്ചോ? പറഞ്ഞു. ഐസോട്ടോണിക് എക്സസൈസ് എന്താണെന്ന് പഠിച്ചു. അതേസമയം ഐസോട്ടോണിക് സൊല്യൂഷൻ വേറെ ഭാഗമാണ്. അത് ചോദിച്ചത് ഓർമ്മിക്കണം. നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ഓവർലോസ് ഉണ്ടാവും. ഫ്ലൂയിഡ് ലോസും ഡീഹൈഡ്രേഷനും ഹൈപ്പർനട്രീമിയം വന്നാൽ എന്ത് സൊല്യൂഷനാ? ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ് കൊടുക്കുക അല്ലേ? ശരിയല്ലേ? എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ ഫോർ ഐസോട്ടോണിക് ഏതാടെ? ഐസോട്ടോണിക് സൊല്യൂഷന്റെ എക്സാമ്പിൾ ഏതാടെ? 5% ഡെക്സ്ട്രോസ് ആണോ, അതോ 0.9% ആണോ? 5% ഡെക്സ്ട്രോസ് ആണോ? ഏതാ? ഫ്ലൂയിഡ് ലോസിനും ഡീഹൈഡ്രേഷനും ആ 0.9 6 കൊടുക്കാറുണ്ടോ? 0.9%. ഓക്കെ. NS. Okay. The first video. First type video. First type of exercise video. First type of exercise video. Yes. Second type ഏതാ? ഐസോട്ടോണിക് കഴിഞ്ഞ അടുത്ത ഏതായിരിക്കും ഇവിടെ? ഐസോട്ടോണിക് അല്ലെങ്കിൽ ഇത് ഡൈനാമിക് കഴിഞ്ഞാൽ, ഐസോട്ടോണിക് അല്ലെങ്കിൽ ഇത് ഡൈനാമിക് എക്സസൈസ് കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്ന ഏതാ? ഐസോമെട്രിക് അല്ലേ? ഐസോമെട്രിക് എക്സസൈസ് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, അത് എയിംസിനൊക്കെ ചോദിക്കാറുണ്ട്, സ്റ്റാറ്റിക് എക്സസൈസ്. ഐസോമെട്രിക് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? സ്റ്റാറ്റിക് എക്സസൈസ് വിളിക്കാം. ഐസോമെട്രിക് എക്സസൈസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എക്സസൈസ് വിളിക്കാം. എന്തായിരിക്കും? ഇവിടെ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ഇത് മസിൽ ഷോർട്ടനിങ് ഉണ്ടോ? ടോണിക്കിൽ പറഞ്ഞ പോലെ മസിൽ ഷോർട്ടനിങ് ഉണ്ടോ? ഐസോട്ടോണിക്കിൽ പറഞ്ഞ പോലെ ഐസോമെട്രിക്കിൽ മസിൽ ഷോർട്ടനിങ് ഉണ്ടോ ഇല്ലയോ? ആർക്ക് പറയാം? ഐസോട്ടോണിക്കിൽ മസിൽ ഷോർട്ടനിങ് ഇല്ലേ? ഉണ്ട്. ഷോർട്ടനിങ് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ ഷോർട്ടനിങ് ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഐസോമെട്രിക്കിൽ മസിൽ ഷോർട്ടനിങ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ചെയ്യുമോ? ഇവിടെ തൊട്ട് മുൻപേ പറഞ്ഞതിൽ ജോയിന്റ് മൂവുന്നുണ്ടോ?
ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞാൽ ജോയിന്റ് മൂവ് ചെയ്തുണ്ടോ? പറഞ്ഞു. ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞതിൽ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. പക്ഷെ ഐസോമെട്രിക് ആകുമ്പോൾ അവിടെ ഒരു മസിൽ കോൺട്രാക്ഷൻ ഉണ്ട്. പക്ഷെ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഇത് ജോയിന്റ് മൂവ് ചെയ്യുന്നില്ല. മസിൽ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ജോയിന്റ് മൂവ് ചെയ്യാത്ത അങ്ങനെയുള്ള എക്സസൈസ് എന്താ? മസിൽ കോൺട്രാക്ഷൻ ഉണ്ട് പക്ഷെ ജോയിന്റ് മൂവ് ചെയ്യാത്ത എക്സസൈസിന് എന്ത് വിളിക്കാം? മസിൽ കോൺട്രാക്ഷൻ ഉണ്ട് പക്ഷെ ജോയിന്റ് മൂവ് ചെയ്യാത്ത എക്സസൈസിന് പറയുന്ന പേരെന്താ? മസിൽ കോൺട്രാക്ഷൻ ഉണ്ട് പക്ഷെ ജോയിന്റ് മൂവ് ചെയ്യാത്ത എക്സസൈസ് കളസ് ഐസോമെട്രിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എക്സസൈസ്. ഐസോമെട്രിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എക്സസൈസ് വിളിക്കാം. നമ്മുടെ എല്ലാവരുടെയും നോർമൽ ലൈഫിൽ ഇത് മസിൽ മൂവ് ചെയ്ത് മാത്രമല്ലേ പോകുന്നത്, ശരിയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ മസിൽ മൂവ് ചെയ്ത് മാത്രമല്ലേ പോകുന്നത്, ശരിയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ മസിൽ മൂവ് ചെയ്ത് മാത്രമല്ലേ പോകുന്നത്, ശരിയല്ലേ? ആണോ? ആണ്. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ ജോയിന്റ് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ജോയിന്റ് മൂവ് ചെയ്യാതെ മസിൽ കോൺട്രാക്ഷൻ മാത്രം നടക്കുന്ന എക്സസൈസ് എന്താ? ജോയിന്റ് മൂവ് ചെയ്യാതെ, ഒരു ജോയിന്റ് മൂവ് ചെയ്യാതെ മസിൽ കോൺട്രാക്ഷൻ മാത്രം നടക്കുന്ന എക്സസൈസ് എന്താ? ജോയിന്റ് മൂവ് ചെയ്യാതെ മസിൽ കോൺട്രാക്ഷൻ മാത്രം നടക്കുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? അതാ ചോദ്യം. ജോയിന്റ് ഒന്നും മൂവ് ചെയ്തില്ല, ബോഡിയിലുള്ള ജോയിന്റ് ഒന്നും മൂവ് ചെയ്തില്ല, പക്ഷെ മസിൽ കോൺട്രാക്ഷൻ മാത്രം നടന്നാൽ ഐസോമെട്രിക് ആണോ സ്റ്റാറ്റിക് ആണോ ഐസോമെറിക് ആണോ? എന്താണ്? ഐസോമെട്രിക് അല്ലേ, മെട്രിക് അല്ലേ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? അബ്ഡോമിനൽ എക്സസൈസ് എക്സാമ്പിൾ ആണോ? The abdominal strengthening exercise. The abdominal strengthening എക്സാമ്പിൾ ആണോ? ആണോ? അബ്ഡോമിനുള്ള എക്സസൈസ് അബ്ഡോമൽ ആണോ? ആണ്. ആൻഡ് ഗ്ലൂട്ടിയൽ സ്ട്രെങ്തനിങ് ആണോ? ആൻഡ് ഗ്ലൂട്ടിയൽ സ്ട്രെങ്തനിങ്ങും അബ്ഡോമൽ എക്സാമ്പിൾ ആണോ? ആണോ? അതുപോലെ എക്സാമ്പിൾ പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. The breathing exercise എക്സാമ്പിൾ ആണോ? The പറഞ്ഞേ, എന്താ ബ്രീത്തിങ് എന്താ? എന്താ ബ്രീത്തിങ് എക്സസൈസ് എന്താ? ബ്രീത്തിങ് എക്സസൈസ് എന്താ? ബ്രീത്തിങ് എക്സസൈസ് ഐസോമെട്രിക് ആണോ ഐസോടോണിക് ആണോ സ്റ്റാറ്റിക്? എന്താണ് ബ്രീത്തിങ്? ബ്രീത്തിങ് എന്തായിരിക്കും? ശ്വാസം വലിച്ചു വിടുക. എന്തായിരിക്കും ഇവിടെ? ശ്വാസം വലിച്ചു വിടുക. എന്താ അവിടെ ഏതെങ്കിലും ജോയിന്റ് മൂവ്മെന്റ് ഉണ്ടോ? ശ്വാസം വലിച്ചു വിടുമ്പോൾ അവിടെ ഏതെങ്കിലും ജോയിന്റ് മൂവ്മെന്റ് ഉണ്ടോ? ശ്വാസം വലിച്ചു വിടുമ്പോൾ ബ്രീത്തിങ് എക്സസൈസിൽ ഏതെങ്കിലും ഒരു ജോയിന്റ് മൂവ്മെന്റ് ഉണ്ടോ? ജോയിന്റ് മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? ഐസോമെട്രിക് അല്ലേ? ബ്രീത്തിങ് എക്സസൈസും അബ്ഡോമൽ സ്ട്രെങ്തിങ്ങും പിന്നെ ഗ്ലൂട്ടിയൽ സ്ട്രെങ്തിങ്ങും എല്ലാം എന്താ? ഐസോമെട്രിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എക്സ് വിളിക്കാൻ മറക്കരുത്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ഓഫ് എക്സസൈസ് ഉള്ളത്, ഐസോടോണിക്കും ആൻഡ് ഐസോമെട്രിക്കും. ഇതിൽ മസിൽ ഷോർട്ടൻ ചെയ്യുന്നതാ. നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഉള്ളത് പറഞ്ഞു. ഇതിൽ ആരാണ് മസിൽ ഷോർട്ടനിങ്? ആരാ മസിൽ ഷോർട്ടനിങ്? ആരാ? ഐസോ
tonic. And the muscle contraction ആരാ? Muscle contraction, the without joint movement ആരാ? Isometric. ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? വീണ്ടും ചോദ്യം, ജോയിന്റ് മൂവ് ചെയ്യുന്നില്ല, ജോയിന്റ് മൂവ് ചെയ്തില്ല, പക്ഷെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന എക്സസൈസ് ഇതാ. ജോയിന്റ് മൂവ് ചെയ്യാതെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന എക്സസൈസ് ഏതാ? ജോയിന്റ് മൂവ് ചെയ്യാതെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന എക്സസൈസ് ഐസോ മെട്രിക് അല്ലേ? മെട്രിക് അല്ലേ? മെട്രിക് അല്ലേ? യെസ്, ക്ലിയർ ആയോ? ഫസ്റ്റ് രണ്ട് കിട്ടിയോ? ഫസ്റ്റ് രണ്ട് ടൈപ്പ് കിട്ടിയോ? ഐസോട്ടോണിക് മെട്രിക് കിട്ടിയോടെ? ഐസോട്ടോണിക് മെട്രിക് പണ്ട് വർഷങ്ങളായിട്ട് സൊല്യൂഷൻ മാത്രം പഠിച്ചുള്ളൂ അല്ലേ? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നും ഹൈപ്പർട്രോണിക് എന്നും സൊല്യൂഷൻ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്ന സൊല്യൂഷന്റെ പേര് മാത്രമല്ലേ പഠിച്ചുള്ളൂ. പക്ഷേ എക്സസൈസിന്റെ പേര് അറിയില്ല. ശരിയല്ലേ? ശരി. പക്ഷേ എക്സസൈസ് ഉണ്ടോ? അറിയില്ല. എങ്കിൽ വീണ്ടും ചോദിക്കാം, വീണ്ടും ചോദിക്കാം. ഇത് റിംഗർ ലാക്ടേറ്റ് എന്ത് സൊല്യൂഷനാ? റിംഗർ ലാക്ടേറ്റ് എന്ത് സൊല്യൂഷനാ? ഒരു ബന്ധവുമില്ല. ഐസോട്ടോണിക്. ഐസോട്ടോണിക് 0.45% സോഡിയം ക്ലോറൈഡ് എന്ത് സൊല്യൂഷനാ? 0.45% സോഡിയം. ഹൈപ്പോട്ടോണിക് അല്ലേ? ഹൈപ്പോട്ടോണിക്. ആൻഡ് ഡെക്സ്ട്രോസ് 5% എന്താ? ഹൈപ്പർട്ടോണിക്. ഡെക്സ്ട്രോസ് 5% എന്താ? ഹൈപ്പർട്ടോണിക്. ആരെങ്കിലും ഇത് ക്ലാസ് കഴിഞ്ഞ ശേഷം സൊല്യൂഷന്റെ നോട്ട്സ് വേണമെങ്കിൽ പറയുക, ഞാൻ അയച്ചു തരും കേട്ടോ. പഠിക്കുമെങ്കിലും അയച്ചു തരും കേട്ടോ. പഠിക്കും. കിട്ടിയോ? ഇതിന് കിട്ടിയോ? ഇതിന് കിട്ടിയോ? എവിടെയെങ്കിലും ഡെക്സ്ട്രോസ് 10% ഉണ്ടോ? എവിടെയെങ്കിലും ഡെക്സ്ട്രോസ് 10% ഉണ്ടോ? എവിടെയെങ്കിലും ഡെക്സ്ട്രോസ് 10%? എന്താ അത്? ടോണിക് ആണോ? ഹൈപ്പർ ആണോ? അത് ഹൈപ്പർടോണിക് ആണോ? എന്തായിരിക്കും അത്? ഇത് ഡെക്സ്ട്രോസ് 10% എന്താ? ഹൈപ്പർടോണിക് അല്ലേ? ഹൈപ്പർടോണിക് അല്ലേ? ഹൈപ്പർടോണിക് ആണ്. ഇത് ഡെക്സ്ട്രോസ് 10% ആണെങ്കിൽ ഹൈപ്പർടോണിക് ആണ്. ഒരു ബന്ധമില്ലല്ലോ. ഞാൻ പഠിപ്പിക്കുന്നത് എക്സസൈസ് അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നത് എക്സസൈസ് ആണ്, പക്ഷെ പറയുന്നത് സൊല്യൂഷൻ പറയുന്നില്ലേ? കാരണം വാക്കില്ലേ? ഐസോട്ടോണിക് എന്നും ഹൈപ്പർടോണിക് എന്നും വാക്കുള്ളത് കൊണ്ട്. ഒരു മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇന്റർ കിട്ടാനുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇന്റർനെറ്റ് കട്ടാകുന്നുണ്ടോ? യെസ്, ഓക്കെ, കുഴപ്പമില്ല. സോ ആൻഡ് തേർഡ് എന്താ? ആൻഡ് തേർഡ് ഈസ് ഐസോകൈനറ്റിക്. എന്താ? മൂന്നാമത് വരുന്ന ആളാണ് ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസ്. മൂന്നാമത് വരുന്ന എക്സസൈസിന്റെ പേരെന്താ? ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസൈസ് വിളിക്കാം. ഇത് ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടില്ല. ഒരു എക്സാം ഇതുവരെ ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസൈസ് ചോദിച്ചു. പക്ഷെ പഠിക്കണം. എന്തായിരിക്കും ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസൈസ് എന്ന് പറയുന്നത്? എന്താ? അറിയാം, നിങ്ങൾക്കറിയാം.
ആർക്കൊക്കെ എക്സാമിൽ ചോദ്യം വരും, ചോദ്യം വരും, അറിയാം നമുക്ക്. ആരൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്? ആരൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്? പറഞ്ഞേ, ആരെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ടോ? ഉണ്ടോടെ? ഇപ്പോഴും പഠിക്കാൻ സമയമില്ലല്ലോ സാറേ, പഠിക്കാൻ സമയമില്ല, പിന്നെയാണ് ജിമ്മിൽ. ശരിയല്ലേ സാറേ? രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, ആഹാരം ഉണ്ടാക്കണം, പിന്നെയല്ലേ ജിമ്മല്ലേ? ശരിയല്ലേ? ആണോ? ആ സാറേ, രാവിലെ എഴുന്നേക്കാനേ സമയമില്ല, പിന്നെയല്ലേ ജിമ്മിൽ പോലെ? രാവിലെ എനിക്ക് എഴുന്നേൽക്കാനേ സമയമില്ല. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് പോകട്ടെ. എക്സാം കഴിഞ്ഞ് പാസ്സായ ശേഷം സർക്കാർ ജോലി കിട്ടിയ ശേഷം പോകാൻ കിട്ടും. ഏതുണ്ടോ? എക്സാം കഴിഞ്ഞ് പാസ്സായ ശേഷം സർക്കാർ ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിയൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. വേണ്ടേ? എക്സാം കഴിഞ്ഞ് പാസ്സായ ശേഷം എല്ലാ ശല്യം ഒഴിവാക്കണം. ക്ലാസ്സും എല്ലാം ഒഴിവാക്കിയ ശേഷം നല്ലൊരു ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ എക്സസൈസ് വേണ്ടേ? വേണം കുഞ്ഞെ, വേണോ? എല്ലാം ഫ്രീ ആയ ശേഷം, ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആയ ശേഷം എല്ലാവരും പോണം. അപ്പൊ എന്താ ഐസോകൈനറ്റിക്? എന്താ ഐസോകൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസ് പറഞ്ഞ ദ മസിൽ കോൺട്രാക്ഷൻ എഗെയിൻസ്റ്റ് എ റെസിസ്റ്റൻസ് ആണോ? ആണോ? ഈ ഒരു പിക്ചർ കാണുമ്പോൾ അറിയാം, ദ മസിൽ കോൺട്രാക്ഷൻ എഗെയിൻസ്റ്റ് എ റെസിസ്റ്റൻസ് ആണോ? ഒരു റെസിസ്റ്റൻസ് നമ്മുടെ മുന്നിൽ വച്ചിട്ട് ആണോ? എക്സാം പറയുകയാണെങ്കിൽ ഈ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു കൈയെ തള്ളാൻ, മറ്റൊരു കൈ തള്ളാൻ ശ്രമിക്കുന്നതാണോ ഐസോകൈനറ്റിക്? ഓക്കെ, എന്റെ ഈ കൈ വെച്ചിട്ട് മറ്റേ കൈയിൽ തള്ളുവാൻ ശ്രമിക്കുന്നതാണോ ഐസോകൈനറ്റിക്? ആലോചിക്ക്, ഈ ഒരു കൈ വെച്ചിട്ട് മറ്റേ കൈയെ തള്ളാൻ ശ്രമിക്കുന്നുണ്ട്, അതാണോ ഐസോകൈനറ്റിക്? ആലോചിച്ച് പറയുക. എന്റെ ഈ ഒരു കൈ വെച്ചിട്ട് മറ്റേ കൈ തള്ളാൻ, ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ? ആണോ? ആ സമയത്ത് ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? എന്റെ കൈ വെച്ചിട്ട് മറ്റേ കൈയിൽ തള്ളുമ്പോൾ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? എന്റെ ഈ കൈയിൽ വെച്ച് മറ്റൊരു കൈയിൽ തള്ളുമ്പോൾ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? പറഞ്ഞേ, ആലോചിച്ച് പറഞ്ഞേ. ജോയിന്റ് മൂവുന്നുണ്ടോ? ഇല്ലല്ലോ. റെസിസ്റ്റൻസ് വച്ചിട്ട് ഒരു കൈ കൊണ്ട് മറ്റേ കൈ തള്ളാൻ ശ്രമിക്കുമ്പോൾ ജോയിന്റ് മൂവ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോ എപ്പോഴും ഇതിനുള്ള ജിമ്മിൽ കാണാൻ സംഭവമില്ലേ, എപ്പോഴും ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാറുണ്ട്. ഇതിന്റെ റെസിസ്റ്റൻസ് മെയിൻ ചെയ്യാറുണ്ടോ? ജിമ്മിൽ പോകുമ്പോൾ ഈ പിക്ചർ കണ്ടാൽ അറിയാം, ജിമ്മിൽ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാറുണ്ടോ? നമ്മൾ ഇത് ജിമ്മിൽ ചെയ്യാറുണ്ടോ? ഉണ്ടോടെ? മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസ് ഏതാ? മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ്. ഞാൻ എന്റെ കൈ വെച്ച് ഇവിടെ തള്ളുകയാണ്. ആ മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസ് എന്ന് വിളിക്കാം ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സ് വിളിച്ചൂടെ? ഐസോകൈനറ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എക്സസ് വിളിക്കാം. മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസ് കളേഴ്സ് ഇത് വിളിക്കാം ഐസോകൈനറ്റിക് വിളിച്ചൂടെ? ഐസോകൈനറ്റിക് വിളിക്കാം. ആരാ ഇത് യൂഷ്വലി ചെയ്യുന്നത്? ഒരു എക്സാം പറഞ്ഞ്. നിങ്ങളുടെ ഹസ്ബൻഡ് ജിമ്മിൽ പോകാറുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡുമാർ ജിമ്മിൽ പോകാറുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ്സ് ജിമ്മിൽ പോകാറുണ്ടോ? നിങ്ങൾ പോയില്ല, ഹസ്ബൻഡ്സ് ജിമ്മിൽ പോകാറുണ്ടോ? ഉണ്ടോടെ? ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടോ? ഇത് എപ്പോഴും ചെയ്യുന്നതായിട്ട് അറിയാമോ? ഇത് ബോഡി ബിൽഡേഴ്സ് ആണ്. ഇത് എപ്പോഴും ഐസോകൈനറ്റിക് എക്സസൈസ് എപ്പോഴും ചെയ്താൽ ബോഡി ബിൽഡേഴ്സ് അല്ലേ? ശരിയല്ലേ? അല്ലേ?
എപ്പോഴും ചെയ്യുന്നവരാ ബോഡി ബിൽഡേഴ്സാ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്, മറക്കരുത്. ഇവിടെ ഒരു ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് പറയുക. ഇവിടെ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? എനിക്കറിയണം. ഇവിടെ ജോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജോയിന്റ് മൂവ് ചെയ്യില്ലെങ്കിലും മസിൽ കോൺട്രാക്ഷൻ നടക്കും. ജോയിന്റ് മൂവ് ചെയ്തില്ലെങ്കിലും മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന എക്സസൈസിന് പറയുന്ന പേരെന്താ? ജോയിന്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിലും മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന എക്സസൈസിനെ പറയുന്ന പേരെന്താ? അതായത് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. ഒരു ജോയിന്റ് മൂവ് ചെയ്തില്ലെങ്കിലും മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന ഈ എക്സസൈസിനെ പറയുന്ന പേരെന്താ? ഐസോ കൈനറ്റിക് അല്ലേ? സാധാരണയായിട്ട് ഈ ഒരു ചോദ്യം കണ്ട സ്കിപ്പ് ചെയ്യാറില്ലേ? ഐസോമെട്രിക്കും ഐസോടോണിക്കും ഐസോകൈനറ്റിക്കും കണ്ടാൽ സ്കിപ്പ് ചെയ്യാറില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? എല്ലാം ഒരുപോലെ ഇരിക്കും പേര് അല്ലേ? ചോദ്യത്തിലല്ല, ഈ ഓപ്ഷൻസ് എല്ലാം 4 ഓപ്ഷനകത്ത് മാത്രമേ ഐസോടോണിക് എന്നും ഐസോമെറിക് എന്നും ഐസോകൈനറ്റിക് എന്നും ഐസോസ്റ്റാറ്റിക് എന്നും വരുന്നത് ഓപ്ഷനകത്ത് മാത്രമാണെന്ന് ഞാൻ അത് മുൻകൂട്ടി പറയുന്നു. പഠിക്കുമല്ലോ, അതുപോലെ പഠിക്കുമല്ലോ. ഓപ്ഷനകത്ത് മാത്രമേ വരത്തുള്ളൂ, ചോദ്യമായിട്ട് ഒരിക്കലും വരില്ല. ഒരു എക്സാമിനും ഇത്രയും വർഷമായിട്ട് ചോദ്യമായിട്ട് വന്നിട്ടില്ല. ഓപ്ഷനകത്ത് മാത്രമാണ് ഇതെല്ലാം 4ഉം വരുന്നത്. സോ ദ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഐസോകൈനറ്റിക് ആണോ, ഐസോമെറിക് ആണോ, ഐസോസ്റ്റാറ്റിക് ആണോ, ഐസോടോണിക് ആണോ, ഐസോമെറിക് ആണോ? എന്തായിരിക്കും ദ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നത്? ബോഡി ബിൽഡേഴ്സ് എന്താണ്? ഐസോകൈനറ്റിക്. ഫസ്റ്റ് 3 പഠിച്ചോ. ഫസ്റ്റ് 3 എക്സസൈസ് പഠിച്ചോ. 3 എക്സസൈസ് പഠിച്ചോ. 4ാം വരണ്ട്. 4ാമത്തെ ആളാണ് എയറോബിക് എക്സസൈസ്. 4ാമതാണ് എയറോബിക് എക്സസൈസ്. എയറോബിക് അറിയാം, പേര് എവിടെയും കേട്ടോ അല്ലെ? എയറോബിക് എന്നും അനേറോബിക് എന്നും എവിടെയൊക്കെയോ പേരറിയാം, ശരിയല്ലേ? എയറോബിക് എക്സസൈസ്, അനേറോബിക് എക്സസൈസ് പേരറിയല്ലേ? പേരറിയാല്ലേ? എന്താ എന്താണ് എയറോബിക് എക്സസൈസ്? The fourth one is എയറോബിക് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? സിമ്പിളാ കാര്യം. സിമ്പിളാ കാര്യം. പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് അറിയാത്ത, ശരിയല്ലേ? ഇത്രയും വർഷമായിട്ട് ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അറിയാത്തത് അല്ലെ? ഐസോടോണിക് പഠിച്ചു, ഐസോമെറിക് പഠിച്ചു, ഐസോസ്റ്റാറ്റിക് പഠിച്ചു. അതെല്ലാം വർഷങ്ങളായിട്ട് പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. അതുപോലെ വാക്കാണ് ഇത് എയറോബിക് എന്ന് പറയുന്നത്. എയറോബിക് എക്സസൈസ് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നോർമലി എടുക്കുന്ന ഓക്സിജനിലെ ആലോചിക്കേ, നോർമലി എടുക്കുന്ന ഓക്സിജൻ അതിന്റെ ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ എടുത്താൽ എന്ത് വിളിക്കാം? നോർമലി എടുക്കുന്ന ഓക്സിജൻ അതിന്റെ ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ എടുത്താൽ എന്ത് വിളിക്കാം? എയറോബിക് ആണോ അനേറോബിക് ആണോ? സിമ്പിൾ എക്സ്പ്ലനേഷനാ. നോർമലി എടുക്കുന്ന ഓക്സിജൻ അതിന്റെ ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ എടുത്താൽ എന്ത് വിളിക്കാം? എയറോബിക് അല്ലേ? എയറോബിക് എക്സസൈസ് അല്ലേ? നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ നോർമലി എടുക്കുന്ന ഓക്സിജൻ അതിന്റെ ആവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ എടുത്താൽ, നോർമൽ എടുക്കുന്ന ഓക്സിജൻ അതിന്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ എടുത്ത് വിളിക്കാം എയറോബിക് എന്ന് വിളിക്കാം. ശരിയല്ലേ? എപ്പോഴെങ്കിലും ആരെങ്കിലും നോർമലി എടുക്കുന്ന ഓക്സിജനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഓക്സിജൻ എടുത്തിട്ടുണ്ടോ? നോർമലി എടുക്കുന്ന ഓക്സിജനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഓക്സിജൻ എടുത്തിട്ടുണ്ടോ? ഒരു 10 നിലയുള്ള സ്റ്റെപ്പ് കയറി എടുത്തിട്ടുണ്ടോ? 5, 10, 4 നിലയുള്ള സ്റ്റെപ്പ് കയറിപ്പോയ സമയത്ത് നോർമലി എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓക്സിജൻ എടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും 2, 3, 4, 5 നിലയ്ക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ നോർമലി എടുക്കുന്ന എയറിനെക്കാട്ടിലും അവിടെ കൂടുതൽ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ എന്താ?
എയറോബിക് അല്ലേ? എയറോബിക് എക്സസൈസ് ആണ്. മറക്കരുത് എന്താ? എയറോബിക് ആണ്. മറക്കരുത് എന്താ? അത് എയറോബിക് ആണ്. നോർമലി എടുക്കുന്ന ഓക്സിജനെക്കാട്ടിലും കൂടുതൽ ചെയ്യുന്ന എക്സസൈസ് എപ്പോഴും എന്താ? എയറോബിക് ആണ്. മറക്കോ? എന്റെ മലയാളം എക്സ്പ്ലനേഷൻ മറക്കരുത്. കാരണം എക്സാം ചോദ്യപ്പോൾ ഇംഗ്ലീഷ് കാണുമ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഇനി പറയരുത്. നോർമലി എടുക്കുന്നതിനേക്കാളും കൂടുതൽ എയർ എടുത്ത് ചെയ്യുന്ന എക്സസൈസ് എന്ന് വിളിക്കാം എയറോബിക് ആണോ അനേറോബിക് ആണോ? പറഞ്ഞേ. നോർമലി ഇത് ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ എനർജി വേണ്ടേ? നോർമലി ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ ഇത് എനർജി വേണം. ഇത് എനർജി വേണമെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഇത് എനർജി വേണമെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ATP രൂപത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? വേണം. എങ്കിൽ ഇത് ഓക്സിജൻ വേണ്ടേ? ഓക്സിജൻ വേണം. ആ ഒരു ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നു അല്ലെ? ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നു. ആ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നത് അത് കൂടുതലാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന റെസ്പിറേഷൻ ഏതാ? നോർമലി ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഒരു മൂവ്മെന്റ് നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യണം. എനർജി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ATP രൂപത്തിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതേ സമയം നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ ആ ബോഡി എടുക്കുന്ന കൂടെ തന്നെ അതിനേക്കാൾ കൂടുതലായെന്ന് വിളിക്കാം. അത് എയറോബിക് അല്ലേ? നമ്മൾ നോർമലി ഇൻഹേൽ ചെയ്യാൻ കൂടുതലായിട്ട് ഓക്സിജൻ ഇൻഹേൽ ചെയ്താൽ എയറോബിക് അല്ലേ? ശരിയല്ലേ? നമ്മൾ നോർമലി ഇൻഹേൽ ചെയ്യുന്ന കൂടുതലായിട്ട് ഓക്സിജൻ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ എയറോബിക് അല്ലേ? എയറോബിക് ആണോ അനേറോബിക് ആണോ? എയറോബിക്കോ അനേറോബിക്? നോർമലി ഇൻഹെയിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഓക്സിജൻ ഇൻഹെയിൽ ചെയ്താൽ എയറോബിക് ആണോ അനേറോബിക് ആണോ? എയറോബിക്. പറഞ്ഞേ. നോർമലി ഇൻഹെയിൽ ചെയ്ത് കൂടുതലായിട്ട് എയർ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്താൽ എയറോബിക്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിളാ. സ്റ്റെപ്പ് കയറാൻ വേണ്ടി എന്ത് വേണം? അവിടെ ഇത് എനർജി വേണ്ടേ? സ്റ്റെപ്പ് കയറാൻ വേണ്ടി എനർജി വേണ്ടേ? സ്റ്റെപ്പ് കയറിപ്പോണം. ഒരു 10 നില പോണം. 10 നില കയറിപ്പോണം. എന്ത് വേണം? ഇത് എനർജി വേണ്ടേ? അവർ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ATP ഉണ്ടാക്കണ്ടേ? ATP രൂപത്തിലല്ലേ ബോഡിയിൽ എനർജി ഉണ്ടാവുക? ശരിയല്ലേ? വേണ്ടേ? അത് ഉണ്ടാക്കാൻ വേണ്ടി ഓക്സിജൻ വേണ്ടേ? അങ്ങനെ ഓക്സിജൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഇൻഹേൽ ചെയ്യണം. നോർമലി ബോഡി എടുക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എയറോബിക് അല്ലേ? എന്റെ എക്സാമ്പിൾ മനസ്സിലായോ? നാളെ ഹോസ്പിറ്റലിൽ എന്താ ഒരു ചെറിയ സെമിനാർ ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു 5 നില മുകളിലാണ്. അത്രയും സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ എന്ത് വേണം? ഇത് എനർജി വേണ്ടേ? വേണം. അതിന്റെ രൂപത്തില ATP രൂപത്തിലല്ലേ? ATP രൂപത്തിൽ ഉണ്ടാവുന്നത് അല്ലേ? ആ ATP രൂപത്തിൽ എനർജി ഉണ്ടാവണമെങ്കിൽ ഓക്സിജൻ വേണ്ടേ? നോർമലി ഇൻഹേൽ ചെയ്ത് കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നിങ്ങൾ ഇൻഹേൽ ചെയ്യണം. നമ്മൾ എടുക്കുന്ന ബോഡിയിൽ നോർമൽ മൂവ്മെന്റിനെക്കാട്ടിലും അധികമായിട്ട് ഇൻഹേൽ ചെയ്താലും ആ ബോഡി ഉപയോഗിക്കുന്ന എയറോബിക് ആണോ അനേറോബിക് ആണോ? എയറോബിക് അല്ലേ? യെസ്. ഇത്രയും കിട്ടിയോ? പറഞ്ഞത് ഇത്രയും കിട്ടിയോ? യെസ്. കിട്ടിയോ? പറഞ്ഞു. കിട്ടിയോ? കിട്ടിയോ? പറഞ്ഞു. എല്ലാം കിട്ടിയോ? യെസ്, കിട്ടി. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടോ? എനിക്ക് ഇല്ല. പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ക്ലിയർ.
ഇത്രയും പഠിപ്പിച്ച് ക്ലിയർ ആണ്. ഇത്രയും പഠിപ്പിച്ച് ക്ലിയർ ആണ്. ഇന്ന് ഇതുവരെ എന്താണ് ക്ലിയർ ആയത്? എന്താ പഠിച്ചത്? ഇത് ചാപ്റ്റർ ഏതാ? എക്സസൈസ് അല്ലേ? ചാപ്റ്റർ ഏതാ? എക്സസൈസ് അല്ലേ? എക്സസൈസ് ഫുൾ ക്ലിയർ ആയി. ഒരു ചാപ്റ്റർ ആണ്, ഒരു മാർക്ക് അറിയാമല്ലോ. ഒരു ചാപ്റ്റർ ആണ്, ഒരു മാർക്കാണ്. നമ്മുടെ ചോദ്യം എന്താണെന്ന് അറിയാമല്ലോ. ചോദ്യം എന്താ? ചോദ്യം എന്താ അറിയാം. ചോദ്യം എന്താ? ഐസോട്ടോണിക്, ഐസോമറിക്, ഐസോസ്റ്റാറ്റിക് അല്ലേ? അതിലെ ചോദ്യം അത് എയറോബിക്, അനേറോബിക്, ശരിയല്ലേ? അതല്ലേ ചോദ്യം. ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ഒരു ചോദ്യം എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കും. ഒരു ചോദ്യം എല്ലാ എക്സാമിനും ഒരുപോലെ ചോദിക്കും. ഇത്രയും ക്ലിയർ ആയി. ഒരു ചാപ്റ്റർ കിട്ടിയും, ഒരു ചാപ്റ്റർ കിട്ടിയും, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് കിട്ടിയും. നഴ്സിംഗ് ഫൗണ്ടേഷനകത്തുള്ള നഴ്സിംഗ് ഫൗണ്ടേഷനകത്തുള്ള ഒരു ചാപ്റ്റർ. ചോദിച്ചു ടുമാറോ ലീവ് ആണല്ലോ. ടുമാറോ ലീവ് ആണോ? ടുമാറോ ലീവ് ആണോ? ഞാൻ ചോദിച്ചു ടുമാറോ ലീവ് ആണോ? ടുമാറോ ലീവ് ആണോ? അല്ല, നോക്കട്ടെ. ടുമാറോ എനിക്ക് ലീവ് ആണെങ്കിൽ, ടുമാറോ എനിക്ക് ഹോളിഡേ ആണെങ്കിൽ, ഞാൻ നാളെ രാത്രി 8 മണി ക്ലാസ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വയ്ക്കാം കേട്ടോ. ഈ പറഞ്ഞ JPSC എക്സാം പോകുന്ന ആൾക്കാരില്ലേ, JPSC എക്സാം പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നാളെ 10 മണി വയ്ക്കാം. ഓക്കെ, എനിക്ക് ടുമാറോ എനിക്ക് ലീവ് ആണെങ്കിൽ, ടുമാറോ എനിക്ക് ലീവ് ആണെങ്കിൽ നാളെ വയ്ക്കാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ. ഓക്കെ, അല്ലെങ്കിൽ റെഗുലർ ക്ലാസ് ആൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് സൺഡേ അടുത്ത ട്യൂസ്ഡേ വരും. അല്ലെങ്കിൽ നാളെ എനിക്ക് ലീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഗ്രൂപ്പിനകത്ത് പറയും, രാവിലെ ഒരു 10 മണി പറയും കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നാളെ വയ്ക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വെക്കാമോ? ആർക്ക് വേണം? ആർക്ക് വേണം? എല്ലാം ചോദ്യം വരും കേട്ടോ. ഞാൻ പഠിപ്പിക്കും, എന്തായാലും ഒരു ചോദ്യം വന്നിരിക്കും. എക്സസൈസ് പഠിപ്പിച്ചു ഒരു ചോദ്യം വരും. കാരണം ഞാൻ കാര്യം സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും, ശരിയല്ലേ? ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുമിച്ച് പഠിപ്പിക്കില്ല. ഒരിക്കലും ഒരുമിച്ചൊന്നും പഠിപ്പിക്കാറില്ല. ഓരോ കാര്യം ഒരു ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കുക. അത് അതുപോലെ പഠിക്കുക കേട്ടോ. ഓരോ കാര്യം ഓരോ ചാപ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുക. അത് അതുപോലെ പഠിക്കുക. ഐസോട്ടോണിക്, ഐസോമെറിക്, ഐസോസ്റ്റാറ്റിക്കിന്റെ ഓർമ്മ ഉണ്ടല്ലോ. അതിന്റെ കൂടെ സൊല്യൂഷനും പറഞ്ഞതല്ലോ. സൊല്യൂഷൻ നോട്ട് വേണമെങ്കിൽ ചോദിക്കട്ടെ അയച്ചു കേട്ടോ. ഇത് മുൻകൂട്ടിയായിട്ട് സൊല്യൂഷൻ നോട്ട്സ് കൂടെ വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, അയച്ചു കേട്ടോ. ഒരു ക്ലാസ് ലൈവ് ആയിട്ട് ആൾക്കാർ ചോദിക്കുക, അതുകൂടെ അയച്ചു കേട്ടോ. പഠിക്കുമല്ലോ എല്ലാവരും? പഠിക്കുമല്ലോ? പഠിക്കും. നോക്കട്ടെ. ടുമാറോ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്യണോ? യെസ്. തീർന്നിട്ടില്ല. അതാണ് പ്രത്യേകത. തീർന്നിട്ടില്ല. തീർന്നില്ല. നിങ്ങൾ എന്താണ് ക്ലാസ് കഴിഞ്ഞ് എല്ലാം പറഞ്ഞല്ലേ? ശരിയല്ലേ? ക്ലാസ് കഴിഞ്ഞാണ് അല്ലേ? അതല്ല, അങ്ങനെ ഇരിക്കല്ലേ? നമ്മൾ ചെയ്യുന്നത് ഇത് എയറോബിക് ആണോ അനേറോബിക് ആണോ എങ്ങനെ മനസ്സിലാവും? നമ്മൾ ചെയ്യുന്നത് എയറോബിക് ആണോ അനേറോബിക് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഇവിടെ എങ്ങനെ മനസ്സിലാവും? പഠിക്കേണ്ട ചോദ്യം വരും. നമ്മൾ ചെയ്യുന്നത് എയറോബിക് ആണോ അനേറോബിക് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? പറയ്. പറഞ്ഞേ. നമ്മൾ ചെയ്യുന്നത് എയറോബിക് ആണോ അനേറോബിക് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആർക്ക് പറയാം? നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എയറോബിക് ആണെന്ന് അനേറോബിക് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരാൾ പറഞ്ഞ എങ്ങനെ പറ്റും? നിങ്ങൾക്കറിയാം. മൂന്ന് മാർഗമുണ്ട്. നമ്മൾ ചെയ്യുന്നത് എയറോബിക് ആണോ അനേറോബിക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെറും 3 മാർഗമുണ്ട്. നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എയറോബിക് ആണോ
അനേറോബിക് ആണോ എന്നറിയാൻ വേണ്ടി 3 മാർഗമുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റ് ഉണ്ട് ഇവിടെ. ഹാർട്ട് റേറ്റ് ഫസ്റ്റ് വൺ ഇസ് ഹാർട്ട് റേറ്റ് ഉണ്ട്. ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ. നോർമൽ എത്രയാ? നോർമൽ 72 ആണോ? 72 ഒക്കെ ആണോ? നോർമൽ 72 ആണോ? നോർമൽ 72 ആണോ? നോർമൽ ഹാർട്ട് റേറ്റ് 72 ആണോ? 72 ആണോ? അതേ ഹാർട്ട് റേറ്റ് 72 82 ഒരു 100 മുകളിലായി കഴിഞ്ഞാൽ ആ എക്സസൈസ് എന്തായിരിക്കും? ഇത് എയറോബിക് ആണോ അനേറോബിക് ആണോ? നമുക്ക് നിശ്ചയം പറ്റുമോ? ഹാർട്ട് റേറ്റ് 100 മുകളിൽ കഴിഞ്ഞാൽ ഇത് എയറോബിക് അല്ലേ? ഹാർട്ട് റേറ്റ് 100 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ആവശ്യം അധികം ഓക്സിജൻ എടുക്കാറുണ്ട്. ഇവിടെ ഓക്സിജൻ ആവശ്യത്തിൽ അധികമായിട്ട് എടുത്ത് ചെയ്യുന്ന എക്സസൈസ് എന്താ? ഓക്സിജൻ ആവശ്യത്തിൽ അധികമായിട്ട് എടുത്ത് ചെയ്യുന്ന എക്സസൈസ് ഏതാ? ഓക്സിജൻ ആവശ്യത്തിൽ അധികമായിട്ട് എടുത്ത് ചെയ്യുന്ന എക്സസൈസ് ഏതാ? എയറോബിക് ആണോ അനേറോബിക് ആണോ? എയറോബിക് ആണ്. അപ്പോ അറിയണം, ഈ പറഞ്ഞ എയറോബിക്കും അനേറോബിക്കും അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഒരു കാര്യം പറയുന്നത് ഹാർട്ട് റേറ്റ് പറഞ്ഞില്ലേ. ഇപ്പൊ ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എയറോബിക് ആണോ അനേറോബിക് ആണെന്ന് അറിയാൻ വേണ്ടി പ്രധാനമായിട്ടും 1, 2, 3 മാർഗമുണ്ട്. അതിൽ ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഹാർട്ട് റേറ്റ് പറഞ്ഞു. രണ്ടാമത് വരുന്നതാണ് ചോദ്യം. കേരള PSC എക്സാം ചോദ്യം എന്തായിരിക്കും? ടോപ്പ് ടെസ്റ്റ് ഉണ്ടെങ്കിലും ടോപ്പ് ടെസ്റ്റ് കേരള PSC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോപ്പ് ടെസ്റ്റ് ഉണ്ടോ? എക്സാമിന് ചോദിക്കും എന്താണ് ടോപ്പ് ടെസ്റ്റ് എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എയറോബിക്കും അനേറോബിക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് ടോപ്പ് ടെസ്റ്റ്? എന്താണ് ടോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്? എക്സാമിൽ ചോദ്യം വരും, ഇവിടെ ചോദ്യം വരും. എന്താണ് ടോപ്പ് ടെസ്റ്റ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ആയി പോലും ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാൻ പറ്റിക്കഴിഞ്ഞതായിരിക്കും. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ആയാൽ പോലും ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അത് എയറോബിക് ആണോ അനേറോബിക് ആണോ? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ആയാൽ പോലും ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ എയറോബിക് അല്ലേ? ആണോ? അല്ലേ? അത് ടെസ്റ്റ് ചെയ്യില്ല. ടോപ്പ് ടെസ്റ്റ് വിളിക്കാം. എക്സാം എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ലേബേർഡ് ബ്രീത്തിങ് സമയത്ത് സംസാരിച്ചു കൊണ്ട് ബ്രീത്തിങ് അസസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരെന്താ? ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് ആയാൽ പോലും സംസാരിക്കാൻ കഴിയുന്നതിന്റെ അളവ് ടെസ്റ്റ് ചെയ്ത ടോപ്പ് ടെസ്റ്റ് എന്ന് വിളിക്കാം. വളരെ ലേബേർഡ് ബ്രീത്തിങ് പോലും ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് ആയാൽ പോലും സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അത് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരെന്താ? ടോപ്പ് ടെസ്റ്റ് വിളിക്കാം. വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ഒന്ന് അറിയാമോ? നിങ്ങൾ ഹോസ്പിറ്റലിനകത്ത് ടോപ്പ് ടെസ്റ്റ് ഉണ്ടോ? ലേബർ ബ്രീത്തിങ്ങിലും സംസാരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ഉണ്ടോ? സർ, ലേബേർഡ് ബ്രീത്തിങ് ലേബർ റൂം അറിയാം. ലേബേർഡ് ബ്രീത്തിങ്ങിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്ത് വിളിക്കാം? ടോപ്പ് ടെസ്റ്റ് എന്ന് വിളിക്കാം. അടുത്തതായിട്ട് ഫസ്റ്റ് ഹാർട്ട് റേറ്റ് പറഞ്ഞു, ടോപ്പ് ടെസ്റ്റ് പറഞ്ഞു. അടുത്തതായിട്ട് എല്ലാ എക്സാമിനും കാണുന്ന ചോദ്യമാണ് ബോർ ടെസ്റ്റ്. എന്താ? ബോർ സ്കെയിൽ ഇടണമെങ്കിൽ ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ബോർ സ്കെയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എക്സസൈസ് ചെയ്യുന്നത് എയറോബിക് ആണോ അനേറോബിക് എന്ന് അറിയാൻ വേണ്ടി ബോർ സ്കെയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആരും പഠിക്കാതെ പോകുന്നതാണ്. പഠിക്കുമല്ലോ. കേട്ടിട്ടില്ല. ബോർ സ്കെയിൽ എന്ന് പറയുന്നത് എന്താ? ബോർ സ്കെയിൽ എന്ന് പറയുന്നത് എന്താ?
എന്താ ബോർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ എക്സാമിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു കാണാറുണ്ടോ? നോർമലി ഒരു എക്സാമിന് സ്റ്റാഫ് നൈസ് എക്സാമിന് ഇത് ബോർ സ്കെയിൽ ചോദിച്ചാൽ കണ്ണുള്ളോ? കണ്ണുള്ളോ? അയ്യോ, എല്ലാരും പഠിപ്പിച്ചില്ലല്ലോ, ഇത് എവിടെ വരും അല്ലേ? ഇത് എവിടെ വരുന്നതാണ് അറിയാമോ? ഇത് എവിടെ വരും അല്ലേ? സാധാരണ ഒരു എക്സാമിൽ ചോദ്യം ചോദിക്കുമ്പോ അയ്യോ ഇത് എവിടെ വരും? ഇത് ബോർ സ്കെയിലോ? ഫൗണ്ടേഷനിലാണോ, കാർഡിയോ വാസ്കുലറിലാണോ, റെസ്പിറേറ്ററിയിലാണോ, CNS-ലാണോ, CVS-ലാണോ, അതോ ഇനി വേറെ ഞാൻ പഠിക്കാത്ത സബ്ജക്റ്റ് ഉണ്ടോ? ഇത് ബോർ സ്കെയിൽ ഫൗണ്ടേഷനകത്താണോ സാറേ? അല്ലേ? ശരിയല്ലേ? അളിക്കില്ലേ? ഇത് ബല്ലാഡ് സ്കോർ കേട്ടിട്ടുണ്ട്, പല സ്കോറും കേട്ടിട്ടുണ്ട്, നബ്ഗ സ്കോർ അറിയാം. ഇത് ബോർ സ്കെയിലോ? അത് എന്താ? ന്യൂട്രീഷനകത്തായിരിക്കുമോ സാറേ? അല്ല ശരിയല്ലേ? ന്യൂട്രീഷനകത്തായിരിക്കും, അങ്ങനെയും പറയാം, ഞാൻ പഠിച്ചില്ല അത്. അല്ല ശരിയല്ലേ? ബോർ സ്കെയിലോ? ന്യൂട്രീഷനകത്ത് വലുതാണോ? അങ്ങനെയൊക്കെ തോന്നാം. എന്താ ബോർ സ്കെയിൽ? എന്താ? സിമ്പിൾ ഉത്തരവാ. ഉത്തരം സിമ്പിളാ. എന്താണ് ബോർ സ്കെയിൽ? ബോർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു 1 തൊട്ട് ഒരു 20 വരുന്ന ഒരു സ്കെയിൽ റേറ്റിംഗ് കേട്ടോ. സിമ്പിളി പറഞ്ഞു തരാം, വേറെ ഒന്നും പഠിക്കണ്ട, ഞാൻ പറയുന്ന കാര്യം മാത്രം പഠിക്കുക. ഒരു 1 തൊട്ട് 20 വരുന്ന റേറ്റിംഗ് മാത്രമാണ് ബോർ സ്കെയിൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ബോർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ബോർ സ്കെയിൽ എന്തിന് യൂസ് ചെയ്യുന്നു? സിമ്പിൾ ഉത്തരവാ. എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി, ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്താ? ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുക സ്കെയിൽ ഓഫ് മെത്തേഡ് എന്താ? അതാ ഉത്തരം. ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് മെത്തേഡ് ഏതാ? ഉത്തരം പറഞ്ഞേ. ഓർമ്മിക്കൂ, പേര് മറക്കരുത്, പേര് മറക്കരുത്. ബോർ സ്കെയിൽ. ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഓഫ് മെത്തേഡ് ഏതാ? ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെഷർ ഓഫ് മെത്തേഡ് ഏതാ? ബോർ സ്കെയിൽ എന്ന് വിളിക്കാം. ഒരു 0 to 7 വരെയാണെങ്കിൽ നോർമൽ, 0 to 7 വരെയാണെങ്കിൽ നോർമൽ, ഒരു 7 to 9 ആണെങ്കിൽ ചെറിയത് ലൈറ്റ് എക്സസൈസ്, ഒരു 9 to 11 ആണെങ്കിൽ ഇൻ ദ മിഡിൽ ലെവൽ, ആൻഡ് 50ക്ക് മുകളിലാണെങ്കിൽ ഹാർഡ്, 70ക്ക് മുകളിലാണെങ്കിൽ വെരി ഹാർഡ്. അത് പഠിക്കേണ്ട. സ്കെയിലിൽ എന്താണെന്ന് മാത്രം പഠിക്കുക. എന്താണ് ബോർ സ്കെയില്? എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും? ഒരാൾ ചെയ്യുന്ന എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി, അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലും മെത്തേഡ്. ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സസൈസ് അത് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലും മെത്തേഡ്. ബ്രോഡ് സ്കെയിൽ. ബ്രോഡ് സ്കെയിൽ വിളിക്കാം. 0 to 7 ആണെങ്കിൽ നോർമൽ, 7 to 9 ആണെങ്കിൽ വെരി ലൈറ്റ്, ഒരു 9 to 11 ആണെങ്കിൽ മീഡിയം ലെവൽ, ഒരു 50ക്ക് മുകളിലാണെങ്കിൽ ഹാർഡ്, ഒരു 70ക്ക് മുകളിലാണെങ്കിൽ വെരി ഹാർഡ്. ഓർമ്മിക്കോ? ഓർമ്മിക്കോ? ഒരു എക്സസൈസിന്റെ ഡിഫിക്കൽട്ടി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാ? ഒരു എക്സസൈസിന്റെ ഡിഫിക്കൽട്ടി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത ഒരു എക്സസൈസിന്റെ ഡിഫിക്കൽട്ടി അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ, എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റും പറഞ്ഞേടേ. ഒരു എക്സസൈസ് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത ഒരു എക്സസൈസ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത ബോർ സ്കെയിൽ. സ്ഥിരം കേൾക്കാത്ത വാക്കാണ്, പഠിച്ചോളൂ. കിട്ടിയോ? 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 കിട്ടി. അപ്പൊ എയറോബിക്കും പറഞ്ഞാല് അനേറോബിക് എന്താ? അനേറോബിക് എന്താ? എയറോബിക് പഠിച്ചോ? 5ാമത്തെ ആളാണ് അനേറോബിക്. അനേറോബിക് എന്താ? എക്സസൈസിൽ 5ാമത്തെ ടൈപ്പാണ് അനേറോബിക്. എന്താ? ഇവിടെ ഓക്സിജന്റെ ആവശ്യമുണ്ടോ? അനേറോബിക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓക്സിജന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ?
ഉണ്ടോ? ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ചെയ്യുന്ന എക്സസൈസ് പറഞ്ഞ പേരെന്താ? ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ചെയ്യുന്ന എക്സസൈസിനെ പറഞ്ഞ പേരെന്താ? അനേറോബിക്. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ചെയ്യുന്ന എക്സസൈസ് എന്താ? അനേറോബിക് അല്ലേ? എക്സാം ആരാടെ? ഇത് ഓട്ടക്കാർ ചെയ്യാറുണ്ടോ? ഓട്ടക്കാരും ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ, അത്ലറ്റ്സും വെയിറ്റ് ലിഫ്റ്റിംഗ്. കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമായിരുന്നു അത്ലറ്റ്സ് ചെയ്യുന്നത്, ഓട്ടക്കാർ ചെയ്യുന്നത് എന്ത് ടൈപ്പ് എക്സസൈസാ? അനേറോബിക്കല്. ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടോടെങ്കിലും ഇത് അത്ലറ്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് അത്ലറ്റ്സുമായി ബന്ധപ്പെട്ട് ചോദ്യം കണ്ടിട്ടുണ്ടോ? ഏതോ ഒരു എക്സാമിന്, കഴിഞ്ഞ എക്സാമിന് 2-3 വർഷം മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇത് അത്ലറ്റ്സ് ചെയ്ത എക്സസൈസ് എയറോബിക് ആണോ അനേറോബിക് ആണോ? ഓട്ടക്കാർ ചെയ്യുന്നതായിരിക്കും. ഓട്ടക്കാർ ചാട്ടക്കാർ എന്തായിരിക്കും? ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ചെയ്ത എന്താ? ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ചെയ്ത എക്സസൈസ് എന്താ? അനേറോബിക് അല്ലേ? അനേറോബിക് അല്ലേ? ഓട്ടക്കാരും ചാട്ടക്കാരും എല്ലാം ചെയ്തെന്താ? അനേറോബിക് അല്ലേ? അനേറോബിക് എക്സസൈസ് ആണ്, മറക്കരുത്. കിട്ടിയോ? സോ ഒരു ചാപ്റ്റർ എക്സസൈസ് കിട്ടിയോ? ഒരു ചാപ്റ്റർ എക്സസൈസ് ചാപ്റ്ററിന്റെയും ടൈപ്സും ക്ലിയർ ആണ്. ഇവിടെ ചോദ്യം എന്തായിരുന്നു കുഞ്ഞെ? ഇവിടുത്തെ എക്സാം ചോദ്യം എന്താ? എന്താ? ഐസോടോണിക് എക്സസൈസ്, ഐസോമെറിക് അല്ലെങ്കിൽ ഐസോമെട്രിക്, ഐസോകൈനറ്റിക്, എയറോബിക്, അനേറോബിക്, ബോർ സ്കെയിൽ. കിട്ടിയോ? 5 കാര്യം ചോദിക്കും. കിട്ടിയോ? 5 കാര്യം ചോദിച്ചു കിട്ടുമല്ലോ. ഈ 5 കാര്യം കിട്ടും. 5 ഏതൊക്കെയാ? ഞാൻ വീണ്ടും പറഞ്ഞുതരാം. എക്സസൈസിനകത്ത് ഫസ്റ്റ് പഠിച്ച കാര്യം എല്ലാം പറഞ്ഞു. ഐസോടോണിക് എക്സസൈസ് പറഞ്ഞു, ഐസോമെട്രിക് പറഞ്ഞു, ഐസോകൈനറ്റിക് പറഞ്ഞു, അതുപോലെ ഇത് എയറോബിക് എക്സസൈസ് പറഞ്ഞു, അതുപോലെ അനേറോബിക് പറഞ്ഞു, ആൻഡ് ബോർ സ്കെയിൽ പറഞ്ഞു. ഈ 5 കാര്യത്തിൽ ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കും. എക്സസൈസ് കിട്ടിയോടെ? ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ, ഒരു ചോദ്യം കിട്ടിയോടെ? കാരണം ഇത് പഠിക്കാൻ പോകുന്നല്ലേ. ഇത്രയും വർഷം പഠിച്ചിട്ട് ഫൗണ്ടേഷനകത്ത് നൈറ്റിംഗേളും പഠിച്ചിട്ട് പോയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇത് പഠിക്കണം കേട്ടോ, പഠിക്കണം. ഇത് നൈറ്റിംഗേളും ഓറംസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ ഇനിയൊരു എക്സാം കിട്ടത്തില്ല. ഇതുപോലുള്ള ഓരോ ചാപ്റ്ററും വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. സോ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കും. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, ക്ലാസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഉച്ചയ്ക്ക് ശേഷം അറിയിക്കും. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ട്യൂസ്ഡേ. ഓക്കെ, താങ്ക് യു. കാരണം ഇത് JPSC എക്സാം പോകുന്ന ആൾക്കാർക്ക് വേണ്ടി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അത് DMEക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാം. നാളെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കും. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ അനദർ ക്ലാസ്.